2020 ലോകകപ്പ് സൂപ്പർ 8-ലെ അഫ്ഗാനിസ്ഥാൻ പരീക്ഷ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ആരാധകരുടെ പ്രാർത്ഥനയിൽ മഴ മാറി നിന്ന മത്സരത്തിൽ 47 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. സൂപ്പർ 8-ലെ ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ അയൽക്കാരായ ബംഗ്ലാദേശാണ്. നാളെയാണ് ഈ മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റം അനിവാര്യമാണ്. ഇന്ത്യയുടെ ബോളർമാർ മികവ് കാട്ടുമ്പോഴും ബാറ്റിംഗ് നിരയുടെ പ്രകടനം ശരാശരി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാറ്റം അത്യാവശ്യമാണ്. ബംഗ്ലാദേശിന് ഇന്ത്യ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കാം. ഓപ്പണിംഗിൽ ഇനിയും രോഹിത്തിനെയും കോഹ്ലിയെയും പിന്തുണയ്ക്കുന്നത് മണ്ടത്തരമായിരിക്കും. രണ്ടുപേർക്കും മികവിനൊത്ത് ഉയരാനാവുന്നില്ല. ഇതോടെ പവർ പ്ലേയിലെ ഇന്ത്യയുടെ സ്കോർ വേഗം പതുക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു മാറ്റം അനിവാര്യമാണ്. ഓസ്ട്രേലിയക്കെതിരായ മത്സരം വളരെ നിർണായകമായതിനാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലൂടെ പിഴവുകളെല്ലാം നികത്തേണ്ടതായുണ്ട്. ഇന്ത്യ യശസ്വി ജയ്സ്വാളിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരണം. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ജയ്സ്വാളിന് സാധിക്കും. ഭയമില്ലാതെ ജയ്സ്വാൾ കടന്നാക്രമിച്ചാൽ രോഹിത് ശർമ്മയുടെ സമ്മർദ്ദവും ഇത് കുറയ്ക്കും. ഇതോടെ പ്രകടനം മെച്ചപ്പെടാനും സാധ്യതകളേറെയാണ്. വിരാട് കോഹ്ലി 3-ാം നമ്പറിലും കളിക്കണം. കോഹ്ലിക്ക് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിക്കാൻ 3-ാം നമ്പർ തന്നെയാണ് ബെസ്റ്റ്. നിലവിൽ പന്ത് 3-ാം നമ്പറിലാണ് കളിക്കുന്നത്. ജയ്സ്വാൾ ഓപ്പണർ ആവുമ്പോൾ ടോപ്പ് ഓർഡറിലെ ഇടംകൈയിന്റെ പ്രശ്നത്തിനും പരിഹാരമാവും. അതുകൊണ്ട് തന്നെ പന്തിനെ 4-ാം നമ്പറിൽ കളിപ്പിക്കാം. മധ്യ ഓവറുകളിൽ കടന്നാക്രമിക്കാൻ ഋഷഭ് പന്തിന് കഴിവുണ്ട്. 5-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കണം. ആദ്യ മത്സരങ്ങളിൽ ഫ്ലോപ്പായ സൂര്യ ഇപ്പോൾ ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് കരുത്താവുന്നുണ്ട്. വരുന്ന മത്സരങ്ങളിലും സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ഇന്ത്യക്ക് വളരെയേറെ നിർണായകമാണ്. 6-ാം നമ്പറിൽ ശിവൻ ദുബെ വേണ്ട. ബോളിംഗിലും താരത്തെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ദുബെയെ പുറത്തിരുത്തി സഞ്ജു സാംസണിനെ കളിപ്പിക്കുന്നതാണ് നല്ലത്. അവസരം അർഹിച്ചിട്ടും ഇതുവരെ സഞ്ജുവിനെ കളിപ്പിച്ചിട്ടുമില്ല. 7-ാം നമ്പറിൽ ഫിനിഷർ റോളിൽ ഹാർദിക് പാണ്ഡ്യ തന്നെ കളിക്കണം. വൈസ് ക്യാപ്റ്റനായ ഹാർദിക് ഓൾറൗണ്ട് പ്രകടനത്തോടെ കയ്യടി നേടുന്നുണ്ട്. രവീന്ദ്ര ജഡേജയെ ഇന്ത്യ പുറത്തിരുത്തുകയും വേണം. ഇതുവരെ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ ജഡേജയ്ക്ക് സാധിച്ചിട്ടില്ല. 8-ാം നമ്പറിൽ അക്സർ പട്ടേൽ തുടരണം. ഓൾറൗണ്ട് ഷോയോടെ മികവ് കാട്ടാൻ അക്സറിന് സാധിക്കുന്നുണ്ട്. 9-ാം നമ്പറിൽ കുൽദീപ് യാദവും തുടരണം. ചൈനാമൻ സ്പിന്നർക്ക് നിർണായക റോൾ തന്നെ ടീമിലുണ്ട്. പേസ് നിരയാണ് ഇന്ത്യയുടെ ശക്തി. മികച്ച ഫോമിലുള്ള ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തുടരണം.